ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് നിയമ പോരാട്ടം നടത്തണമെങ്കിൽ പോലീസിന് കീഴടങ്ങാൻ കഴിയില്ല. ഇപ്പോൾ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, വിവരങ്ങൾ. എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള തുടർ നടപടികൾക്ക് വീട്ടിൽ തുടർന്ന് അല്ലെങ്കിൽ പരസ്യമായ രംഗത്തെത്തിയാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കില്ല. പോലീസിന്റെ SITയുടെ നടപടിയൊക്കെ വന്നേക്കാം. ഒരുപക്ഷെ അറസ്റ്റിന് പോലും SIT മുതിർന്നേക്കാം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് പടമുകളിലുള്ള സിദ്ദിഖിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം വരെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം രാവിലെ വരെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഓണുമായിരുന്നു. എന്നാൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 2 നമ്പറുകളാണ് സിദ്ദിഖിന് പ്രധാനമായും ഉള്ളത്. ഈ അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നത് ഈ 2 മൊബൈൽ നമ്പറുകളിൽ നിന്നാണ്. എന്തായാലും ആ 2 മൊബൈൽ നമ്പറുകളും അദ്ദേഹം സ്വിച്ച് ഓഫ് ആക്കി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വീടിന്റെ പരിസരത്ത് അദ്ദേഹം ഇല്ല. ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികളടക്കം പറയുന്നത്. എന്തായാലും എവിടേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ SIT നടപടികളിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം മാറി നിൽക്കുന്നതാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2 വീടുകളാണ് പ്രധാനമായും സിദ്ദിഖിന് സ്വന്തമായി കൊച്ചിയിലുള്ളത്. ഈ 2 വീടുകളിലാണ് അദ്ദേഹം കഴിയാറുള്ളത്. ഒന്ന് പടമുകളിലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടാണ്. ഇവിടെ എന്തായാലും സിദ്ദിഖില്ല. മറ്റൊന്ന് ഇടത്തലയിലുള്ള വീടാണ്. ഇടത്തലയിലും അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തുടർ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT നീങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം നമ്മൾ അല്പസമയം മുമ്പ് നൽകിയിരുന്നു. അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് പോയാൽ മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുന്നതിന് സിദ്ദിഖിന് കടുത്ത വെല്ലുവിളിയാകും. അതിലേക്ക് പോകാതെ ഒരുപക്ഷെ ഈ നിലവിലെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പൊക്കെ ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനായിരിക്കും സിദ്ദിഖ് നീങ്ങുക. എന്തായാലും അഭിഭാഷകനടക്കമുള്ളവരുടെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ഈ വീടിനകം തുറന്നു കിടക്കുകയാണ്. ആരാണ് സിദ്ദിഖ് അകത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് ഒളിവിൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തെ പറ്റി വിവരമില്ല, എവിടേക്ക് പോയി എന്നറിയില്ല. പടമുകളിലെ വീട്ടിലും ഇടത്തലയിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്ന വിവരം വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിന് തയ്യാറെടുക്കുന്നു. അറസ്റ്റിന് നിയമപരമായ തടസ്സമില്ല എന്നിപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, അതായത് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട തരത്തിലുള്ള ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നത് എന്ന അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അന്വേഷണ സംഘം അത് കോടതിയെ അറിയിച്ചിരുന്നു. അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇവിടെ സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യം നൽകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രഥമ ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള ഒരു കേസ് ഇതിലുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് ഈ വിവരങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നൽകിയത്. നമുക്കറിയാം, മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു, രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു, VK പ്രകാശിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ആ കേസിൽ ഒന്നുമില്ലാത്ത ഗൗരവ സ്വഭാവം, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം അത് ഇതിലുണ്ട്, ഈ കേസിലുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള ഒരു കേസുണ്ട് എന്ന് ഈ കോടതിക്ക്, ഈ ഹർജി പരിഗണിച്ച കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സാഹചര്യ തെളിവുകൾ നടനെതിരാണ് എന്ന് കോടതി പറയുന്നു. പരാതിക്കാരിയുടെ മൊഴി അത് അവിശ്വസിക്കേണ്ടതില്ല എന്ന് കോടതി പറയുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി പറയുന്നു. അതായത് പ്രഥമ ദൃഷ്ട്യാ വളരെ സ്ട്രോങ് ആയ ഒരു കേസ് സിദ്ദിഖിനെതിരെ ഉണ്ട് എന്ന് ഈ നിരീക്ഷണങ്ങളിൽ നിന്ന്, ഈ ഉത്തരവിലെ പരാമർശങ്ങളിൽ നിന്ന് ബോധ്യമാണല്ലോ, അല്ലേ? വിജയകുമാർ, ഈ നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവർക്ക് തന്നെ ഇക്കാര്യം വ്യക്തമാണ് നേരത്തെ തന്നെ. കാരണം 376 ചാർജ് ചെയ്തിരിക്കുന്നത്. മറ്റ് എല്ലാ സിനിമാ പ്രവർത്തകർക്കെതിരെയും ചാർജ് ചെയ്ത കുറ്റം 354. അത് ലൈംഗിക അതിക്രമമാണ്. അത് 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അതിനാൽ തന്നെ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ അവരെല്ലാം ജാമ്യം എടുത്തു പോയി. പക്ഷേ ഈ നടൻ സിദ്ദിഖിനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പ് 376 506 ആ 2 വകുപ്പുകൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 376 506 വകുപ്പുകൾ പ്രകാരമാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തത് എന്നുള്ള കാര്യം
അത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ബലാത്സംഗമാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം, കേവലമായ ലൈംഗികാതിക്രമമല്ല. അതിൽ തെളിവ് കൂടി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മ്യൂസിയം പോലീസ് എടുത്ത കേസിൽ SIT നടത്തിയ അന്വേഷണത്തിൽ ഒരേ ദിവസം ഈ മസ്കറ്റ് ഹോട്ടലിൽ ഈ രണ്ടുപേരും ഉണ്ടായിരുന്നു, സിദ്ദിഖും ഈ യുവനടിയും ഉണ്ടായിരുന്നു എന്ന് SITക്ക് തെളിവ് കിട്ടി. അവരാ തെളിവ് കോടതിയിൽ ഹാജരാക്കി. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ടഫ് സ്റ്റാൻഡാണ് കോടതിയിൽ എടുത്തത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ ഇതിന്റെ തെളിവുകൾ കിട്ടൂ എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അത് കോടതി മുഖവിലക്കെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ യുവനടി അന്നേ ദിവസം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം ആ യുവനടിയുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കോടതി പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ നടൻ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സാഹചര്യ തെളിവുകൾ നടൻ സിദ്ദിഖിന് എതിരാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാനാകില്ലെന്നും ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. വിജയകുമാർ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ വെളിപ്പെടുത്തലുകൾ വന്നെങ്കിലും പുഷ്പം പോലെ ജാമ്യം എടുത്തു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ നടൻ മുകേഷ് ജാമ്യമെടുത്തു, ജയസൂര്യ ജാമ്യമെടുത്തു, മണിയമ്പിള്ള രാജു ജാമ്യമെടുത്തു, ഇടവേള ബാബുവിന് ജാമ്യം കിട്ടി. അങ്ങനെ എണ്ണം പറഞ്ഞ നടന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും ജാമ്യം കിട്ടി അവർ പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നടൻ സിദ്ദിഖിന്റെ കാര്യത്തിൽ ആദ്യം മുതൽ ആ സംശയമുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട് വിജയകുമാർ. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിരുവനന്തപുരം, അവിടെ ഈ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കാൻ തന്നെ നടൻ സിദ്ദിഖ് ഭയപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ കൊടുത്താൽ ഉറപ്പായും തള്ളും എന്ന് അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സിനിമാ പ്രവർത്തകരെ പോലെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വരാൻ സിദ്ദിഖിനെ പ്രേരിപ്പിച്ചത്. അത് കടന്ന ബുദ്ധിയായി പോയി, അതിബുദ്ധിയായി പോയി. അത് കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഇനി സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന പോംവഴി മാത്രമാണുള്ളത്. ക്രിമിനൽ കേസാണ്. 376. ശ്രീകാന്ത്, ഇപ്പോൾ ഈ സിദ്ദിഖ് എവിടെയെന്ന് അറിയില്ല. സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ് എന്ന് പറയാവുന്ന തരത്തിലാണ്. വീട്ടിലില്ല, 2 വീട്ടിലും ഇല്ല, ഫോണിൽ അവൈലബിൾ അല്ല ഈ ഘട്ടത്തിൽ. ഇദ്ദേഹത്തിന്റെ ഈ അഭിഭാഷക സംഘത്തിൽപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഇനിയിപ്പോൾ അറസ്റ്റ് ഉറപ്പായ സാഹചര്യത്തിൽ ഈ അഭിഭാഷകരായിരിക്കുമല്ലോ ഇവർക്ക് വേണ്ടി പുറത്ത് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധ്യത. അവരുടെ അഭിഭാഷക സംഘത്തിൽ ആരെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അടുത്ത നീക്കം എന്താണ് എന്നത് സംബന്ധിച്ച വിവരമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സിദ്ദിഖിന്റെ കൊച്ചിയിലെ പടമുകളിലുള്ള വസതിയാണ്. അവിടെ അദ്ദേഹം ഇല്ല. അദ്ദേഹം ഇന്നലെ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം എവിടെ എന്നറിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 2 വീട്ടിലും അദ്ദേഹം ഇല്ല, 2 സ്ഥലത്തും അദ്ദേഹം ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രീകാന്ത്, ഞാൻ ചോദിച്ചത് അതാണ്, അഭിഭാഷക സംഘത്തിൽ എന്തെങ്കിലും മറുപടി പറയാനോ വിശദീകരിക്കാനോ ഉണ്ടാകുമോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ വിധി വന്നിട്ട്. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിലേക്ക് SIT പോകും എന്ന സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അടുത്ത തുടർ നടപടി എന്ത് വേണം എന്ന് ആലോചിക്കുന്ന തിരക്കിലാണ്. അഭിഭാഷകരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ നിമിഷം പരസ്യ പ്രതികരണത്തിന് ഇറങ്ങി വരുന്നതിനുള്ള സാവകാശം അവർക്ക് കിട്ടിയിട്ടില്ല. വരും മിനിറ്റുകളിൽ, അത് അധികം നീണ്ടുപോകത്തില്ല, വരും മിനിറ്റുകളിൽ അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇനി അടുത്ത ഘട്ടം, അടുത്തത് എന്ത് ചെയ്യണം എന്നൊരു ആലോചനയിലാണ് അവർ. കാരണം കോടതിയിൽ നിന്നും ഉത്തരവിന്റെ പകർപ്പ് വേഗം വാങ്ങുക, അത് തൊട്ടു പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയി ഫയൽ ചെയ്യുക. ഞങ്ങൾ മുൻകൂർ കൊടുത്തിട്ടുണ്ട്. ആ തീരുമാനം വരെ സ്വാഭാവികമായും പോലീസ് കാത്തു നിൽക്കാൻ സാധ്യതയുണ്ട്. SIT കാത്തു നിൽക്കാൻ സാധ്യത ഉറപ്പാക്കുക. അതാണ് നിലവിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകർ ആലോചിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. SIT കാത്തു നിൽക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷയെ അതിശക്തമായി പ്രത്യേക അന്വേഷണ സംഘം എതിർത്തതാണ്. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അനിവാര്യമായൊരു കേസാണ് എന്ന് അന്വേഷണ സംഘം നിലപാടെടുത്ത ഒരു കേസാണ്. എന്തായിരിക്കും SITയുടെ അടുത്ത നീക്കം? അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, അറസ്റ്റ് അനിവാര്യമാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയ ഒരു കേസാണ്. അവർക്ക് അനുകൂലമായി കോടതി ഒരു നിഗമനത്തിലെത്തുകയും നിലപാടെടുക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്ത കേസാണിത്. അപ്പോൾ സിദ്ദിഖ് ഒളിവിൽ പോയി എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് അതിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട് എന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് SITയുടെ അടുത്ത നീക്കം? ഇതിപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതിയാണ് സിദ്ദിഖ്. അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ഈ ഘട്ടത്തിൽ, അല്ലേ?
സ്വാഭാവികമായിട്ടും ഈ ഹൈക്കോടതിയിൽ ഹർജി മുൻകൂർ ഹർജി നൽകിയപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘം SIT തീരുമാനിച്ചിരുന്നത് അതിനു മുന്നേ തന്നെ കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയ ശേഷം അറസ്റ്റ് എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും SIT പോവുക. ഇക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെയ്ക്കും ലഭിച്ചിട്ടില്ല. എന്തായാലും ഏറ്റവും നിർണായകമായത് SITയുടെ കഴിഞ്ഞ 1.5 മാസം നീണ്ടത്ത വിദഗ്ധ അന്വേഷണം തന്നെയാണ്. കാരണം ഇതിന്റെ തുടക്കഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഈ പെൺകുട്ടി അതിൽ മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് ആദ്യമായി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച ശേഷം നമ്മൾ ആ നടിയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് തനിക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ സമൂഹത്തിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ നടിക്കെതിരെ സിദ്ദിഖ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SITക്ക് മുന്നിൽ പരാതി നൽകാൻ ഈ നടി തീരുമാനിച്ചത്. ഈ പരാതി നൽകുമ്പോൾ പലർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഇതിൽ സാഹചര്യ തെളിവുകൾ ഉണ്ടാകുമോ മൊഴികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു. പക്ഷേ SIT സംഘം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിൽ വിദഗ്ധമായിട്ടാണ് അന്വേഷണം നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടന്നത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലായിരുന്നു. കാരണം 2016 ജനുവരി 28 പീഡനം നടന്നുവെന്നാണ് പെൺകുട്ടി SITക്ക് മൊഴി നൽകിയിരുന്നത്. അന്നേ ദിവസം ഇരുവരും ഈ ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് SIT സംഘം മ്യൂസിയം പോലീസിന്റെ സഹായത്തോടുകൂടി മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയിൽ നിന്ന് ജനുവരി 27 രാത്രി 12 മണിക്ക് സിദ്ദിഖ് അവിടെ മുറിയെടുത്തിരുന്നതായി SITക്ക് വിവരം കിട്ടി. പിറ്റേ ദിവസം ജനുവരി 28 വൈകിട്ട് 5 മണി വരെ സിദ്ദിഖ് ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നതായും വിവരം കിട്ടി. മാത്രമല്ല 28-ാം തീയതി നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ടാണ് ഈ യുവനടിയും സിദ്ദിഖുമായി കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഇവർ മറ്റൊരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അച്ഛനും അമ്മയ്ക്കും കൂട്ടുകാരിക്കും ഒപ്പം ഈ യുവനടി ഈ ഹോട്ടലിലെത്തിയതിൻ്റെ സാക്ഷിമൊഴികളും പോലീസിന് കിട്ടുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ മുറിയുടെ നമ്പർ ഓർമ്മയില്ല എന്നായിരുന്നു. പക്ഷേ പോലീസ് ഈ മസ്കറ്റ് ഹോട്ടലിൽ നടത്ത പരിശോധനയിൽ 101D എന്ന മുറിയിലാണ് 101D എന്ന നമ്പർ മുറിയിലാണ് താമസിച്ചതെന്ന് മനസ്സിലാക്കുകയും ഈ പെൺകുട്ടി അതിനകത്ത് പറഞ്ഞൊരു നിർണായകമായ കാര്യം ഈ മുറിക്കകത്തെ ഈ ജനലിലെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ താഴത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു. സമാനമായി തന്നെ പോലീസ് പരിശോധനയിലും അത് കണ്ടെത്താനായി പെൺകുട്ടിയുമായി അവിടെ എത്തി തെളിവ് ശേഖരണം നടത്തി. അതിലും അങ്ങനെ ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നതായി പോലീസിന് വ്യക്തമായി. മാത്രമല്ല ഈ പെൺകുട്ടി ഇതിൽ ഈ പെൺകുട്ടി അതിനുശേഷം ചികിത്സ തേടിയതിന്റെ വിവരങ്ങൾ അത്തരം വിശദാംശങ്ങൾ എന്ന് വെച്ചാൽ 2016 ഒരു കേസാണെങ്കിൽ പോലും അത് 2024 എത്തുമ്പോഴേക്കും ഈ ഘട്ടത്തിൽ നൽകാവുന്ന മുഴുവൻ വിവരങ്ങളും രേഖാപരമായ തെളിവുകളും സാഹചര്യ തെളിവുകളും അടക്കം ഇതിനോടകം അന്വേഷണ സംഘത്തിന് കൈമാറാനോ അല്ലെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനോ പര്യാപ്തമായ തരത്തിൽ എത്തിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ നിർണായകമാണ്. അതുതന്നെയാണ് ഈ ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത്. പരാതിക്കാരിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ല, സാഹചര്യ തെളിവുകൾ ഈ നടന് ഈ പ്രതിക്കെതിരാണ് എന്ന് കോടതി പറയാൻ കാര്യം തന്നെ അത്രയും വിവരങ്ങൾ ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പരാതിക്കാരിക്ക് അന്വേഷണ സംഘത്തിന് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ വിജയകുമാർ? ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യവും അതാണ്. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട സാഹചര്യ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി അവിടെ എത്തിയതിന്റെ തെളിവ് കിട്ടി. സിദ്ദിഖ് അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ വിവരം പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന്റെ ബില്ലുകൾ പോലീസിന് കിട്ടി. CCTV ദൃശ്യങ്ങളൊന്നും റിക്കവർ ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. 8 വർഷം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അതൊക്കെ ഓൾറെഡി തന്നെ അത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകും. മാത്രമല്ല ഇതിൽ ഈ പെൺകുട്ടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പീഡനത്തിന് ശേഷം തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിന് താൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. കൊച്ചിയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. ഈ സൈക്കാട്രിസ്റ്റിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ സൈക്കാട്രിസ്റ്റിൻ്റെ മൊഴിയിൽ പറയുന്നത് ഈ പെൺകുട്ടി ഇന്ന കാര്യത്തിൽ ഇന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് തൻ്റെ അടുത്ത് വന്നിരുന്നു എന്നും ആ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. മാത്രമല്ല 2017 കൃത്യം ഈ സംഭവം നടന്ന് 1 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഈ പീഡനം നടന്ന വിവരം കട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നതായും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ സുഹൃത്തിനെയും വിളിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ സുഹൃത്തും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാഹചര്യ തെളിവുകളും അല്ലെങ്കിൽ ആ മൊഴികളും ഒത്തുവന്ന് പോലീസ് ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നതിലേക്ക് എത്തിയത്. അതാണ് സിദ്ദിഖിന് കൂടുതൽ കുരുക്കായത്.
സിദ്ദിഖിന് ഈ സാഹചര്യ തെളിവുകൾ ആകെ എതിരാണ്. പരാതിക്കാരിയുടെ മൊഴി ഈ ഘട്ടത്തിൽ അവിശ്വസിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. സാഹചര്യ തെളിവുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ആ പരാതിക്കാരി ആദ്യം മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് അന്വേഷണ സംഘത്തിന് കൊടുക്കുകയും ചെയ്ത വിവരങ്ങൾ ചേർന്നു പോകുന്നതാണ്. അതാണ് ഈ ഘട്ടത്തിൽ നിർണായകമാവുകയും ചെയ്തത്. ചുരുക്കത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു കേസ് സിദ്ദിഖിനെതിരെ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യം നിരസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി. അതാണ് ഈ രാവിലെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.